ആംബിയ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെക്കേഷൻ ഡേ ഇൻ മൈ ലൈഫാണ്. വെക്കേഷനൊക്കെ കഴിഞ്ഞ് ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ നമ്മൾ മദ്രസൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. നബിദിനൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ സമ്മാനദാനം അങ്ങനെ ഓരോന്നൊക്കെ ഇനി അപ്പോൾ സമ്മാനമൊക്കെ നമുക്ക് കിട്ടിയതാണ്. അപ്പോൾ പ്രോത്സാഹന സമ്മാനം ഇന്ന് മദ്രസ പോയപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു നല്ല അടിപൊളി വായന്തല പോലത്തെ പ്ലേറ്റ് ആയിരുന്നു. ഇത് ഓണത്തിൻ്റെ മുന്നേ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപകാരമൊക്കെ ആയി. ഇനി നമ്മളിപ്പോൾ കുറച്ചധികം കാലമായി വീഡിയോ ഒക്കെ ആയി വന്നിട്ട് വീഡിയോ എപ്പോഴെങ്കിലുമൊക്കെ വന്ന് ഓണത്തിനൊക്കെ സത്യം പറഞ്ഞാൽ നല്ല അടിപൊളി വ്ളോഗൊക്കെ എടുക്കുകയിനി. പക്ഷേ എൻ്റെ ഒരു തരം മടി എന്ന് പറയുമ്പോൾ ആ മടിയല്ല, ഒരു ലേസിനെസ് മീൻസ് എന്താ പറയുക, ഒന്നും ചെയ്യാനൊരു ആഗ്രഹമില്ല, വീഡിയോ എടുക്കുന്നതിനോട് താല്പര്യമില്ല, എഡിറ്റ് ചെയ്യാൻ വയ്യ, എല്ലാത്തിനും മടി. ആ കാരണം കൊണ്ടാണ്. അപ്പം ഏതായാലും പോട്ടെ, കഴിഞ്ഞ് നമുക്ക് ഇനി അടിപൊളിയാക്കാം. അത് ഞാൻ എല്ലാ വ്ളോഗിലും പറയും. പക്ഷെ എന്നാലും വൺ ഡേ ഇൻഷാ അല്ലാഹ് നമ്മൾ സെറ്റാക്കാം. അപ്പോൾ അതങ്ങനെ പിന്നെ ഒരു മുട്ടായിയൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെയും ഇവിടെയും നോക്കി. പിന്നെ സ്പീക്കറിൽ പാട്ടൊക്കെ ഇട്ട് നമ്മൾ അടിച്ച് വരിക എന്ന് പറയുമ്പോൾ ബ്രഷ് വെച്ചാണ് അടിച്ച് തരുന്നത്. എങ്ങനെയായാലും ചണ്ടി പോയാൽ മതിയില്ലേ. അപ്പോൾ പിന്നെ അതൊക്കെ വെച്ച് അടിച്ച് തരികയാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ എൻ്റെ പേര് ഫാത്തിമ ദിയ. ഞാനിപ്പോൾ 10th പഠിക്കുന്നത്. നമ്മുടെ ചാനൽ ഇതേപോലത്തെ എസ്തെറ്റിക് വ്ളോഗുകളൊക്കെയാണ് വരിക. പിന്നെ ഇപ്പോൾ ഷോർട്ട് വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. പിന്നെ പ്ലേയിലൊക്കെ ഒരു ക്രാഫ്റ്റ് ആർട്ട് അങ്ങനെ പരമായിട്ടുള്ള എന്തെങ്കിലും, പിന്നെ ചെറിയ സ്കിൻ കെയർ അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഒരു ടീനേജേഴ്സിന് പറ്റിയ ഒരു അടിപൊളി ചാനലാണ്. അപ്പോൾ വീഡിയോസൊക്കെ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാ അങ്ങനെ പിന്നെ നമ്മൾ അടിച്ചേരൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു വലിയ പണിയതിനുള്ളിൽ കിടന്നിന്. ഇപ്പോൾ ട്യൂഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ എൻ്റെ റൂമിലെ ഹാങ്കറിൽ നിറച്ചിൻ്റെ ഡ്രസ്സാണ്. അതും പുതിയ ഡ്രസ്സ്. പുതിയത് പറയുമ്പോൾ ഒരു അങ്ങനത്തെ ഒരു ഡ്രസ്സുകളാണ്. അപ്പോൾ അത് തിരുമ്പ മീൻസ് ഒരു ആഴ്ച ഇത്തിരി നേരം ഇട്ടിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ പിന്നെ ഹാങ്കറിൽ കയറ്റി വെക്കും. പിന്നെ അത് അവിടെ അങ്ങനെ കിടക്കും. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ഡ്രസ്സും ഞാൻ വലിച്ച് വാരിയെടുത്ത് അങ്ങ് തിരുമ്പി വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയിട്ട് പിന്നെ കുറച്ച് അലമാരൊക്കെ ഒന്ന് വൃത്തിയാക്കി. പിന്നെ കഞ്ഞി കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മുന്നേ ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് പിന്നെ തിന്നണ കാര്യം വീഡിയോ എടുക്കാൻ ഞാൻ മറക്കും. പിന്നെ ഈ സാധനങ്ങളൊക്കെ കാലിപ്പാട്ടകളാണ്. എല്ലാവരും ഞാൻ പെട്ടെന്ന് ഒരു ദിവസം വലിച്ചെറിഞ്ഞ സാധനങ്ങളല്ല. എനിക്ക് നല്ല പാട്ടകൾ എടുത്തേക്കുന്ന ഒരു ശീലമുണ്ട്. 1-2 കൊല്ലം പഴക്കമുള്ള സാധനങ്ങളാണ്. വെറുതെ പാട്ടകൾ എടുത്ത് വെച്ചായിരുന്നു. എന്തിനാ എടുത്തേക്കണോ വെച്ചാൽ എനിക്കറിയില്ല. അതിൽ ഒരു സിറത്തിൻ്റെ അതേപോലെ തന്നെ ഒരു ലോറിയൽ പാരീസിൻ്റെ ഒരു ക്രീമിൻ്റെ ഒരു ചില്ലിൻ്റെ ഒരു ബോട്ടിലും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ ഞാൻ പിന്നെ വലിച്ചറിയാച്ച് വെറുതെ എന്തിനാ ആക്രി ഐറ്റംസ് ഇങ്ങനെ വെറുതെ അലമാരയിൽ കുത്തിത്തിരിക്കുന്നത്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അലമാരൊക്കെ ഒന്ന് ക്ലീൻ ആക്കി. അപ്പോൾ ഈ ഒരു കാണുന്ന പെയിൻറ്റിങ് ഓയിൽ പെയിൻറ്റിങ് ആണ്. ഞാൻ കുറച്ച് ദിവസമൊക്കെ ആയി ചെയ്തിട്ട് വെക്കേഷനിൽ ചെയ്തതായിരുന്നു. വെക്കേഷൻ തുടക്കത്തിൽ എക്സാം കഴിഞ്ഞ ഉടനെ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ട് എങ്ങനെയുണ്ട്, ഇഷ്ടമെങ്കിൽ കമൻ്റ് ആക്കുക. അപ്പം ഇപ്പോൾ ഓൾറെഡി എൻ്റെ കയ്യിൽ ഓയിൽ പെയിൻറ്റ് ചെയ്ത 2 മെഴുകുതിരികളുണ്ട്. എനിക്ക് ഓയിൽ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ മെഴുകുതിരി ചെയ്യാനാണ് കുറച്ച് താല്പര്യം കൂടുതൽ. അങ്ങനെ പിന്നെ അതൊക്കെ നമ്മൾ അവിടെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ക്ലീൻ ആക്കുകയാണ്. ഇന്നിപ്പോൾ സൺഡേ ആണ്. നാളെ നമുക്ക് സ്കൂൾ തുറക്കും. നമുക്ക് വെക്കേഷൻ മതിയായിട്ട് കിട്ടിയ 4 ദിവസമാണ്. ട്യൂഷൻ അല്ലാതെ ട്യൂഷനിലെ ഓണപ്പരിപാടി കഴിഞ്ഞ് പിന്നെ നബിദിനവും പിന്നെ ശരിക്കുള്ള ഓണമൊക്കെ ആയി. ഒന്നാകെ ഒരു ഇതായിരുന്നു. ലാസ്റ്റ് വെക്കേഷൻ ഫുള്ള് ഉറങ്ങി തീർത്ത് കാണാൻ അത്രയും ക്ഷീണമായിരുന്നു എല്ലാം കൂടി ആയിട്ട്. കാരണം വെച്ചാൽ ഓണം അടിച്ചു പൊളിച്ചു, നബിദിനം അടിച്ചു പൊളിച്ചു, ഒക്കെ കൂടിയായി ഉറക്കത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ഫേസ് ഫുള്ള് ടാൻ എന്ന് പറയുമ്പോൾ ഒരു 1.5 ടാൻ. കണ്ണിൻ്റെ അടിയൊക്കെ ഡാർക്ക് സർക്കിൾസൊക്കെ വന്നിട്ട് എന്തൊക്കെ ആയിട്ടുണ്ട്. ഇനി അതൊക്കെ എങ്ങനെ പോക്കാന്ന് കൂടി എനിക്ക് ഒരു ഐഡിയ ഇല്ല. അങ്ങനെ പിന്നെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞ് അതും വീഡിയോ എടുക്കാൻ മറന്ന്. അങ്ങനെ പിന്നെ വൈകുന്നേരം ആയിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം എൻ്റെ ഒരു അടിപൊളി കുക്കിംഗ് ആയിരുന്നു. കുക്കിംഗ് അല്ല, ഒരു അവിൽ മിൽക്ക് ഉണ്ടാക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മധുരമുള്ള ഐറ്റംസ് ഉണ്ടാക്കുക. അല്ലാത്ത ഒരു പരിപാടി എനിക്കറിയില്ല, സത്യം പറയണല്ലോ. എനിക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. ആകെ ചായ അല്ലെങ്കിൽ ന്യൂഡിൽസ് അതൊക്കെ അറിയുള്ളൂ. പിന്നെ ഇങ്ങനത്തെ ഓരോ അൽക്കൂത്ത് പരിപാടികളൊക്കെ അറിയാം. അപ്പോൾ നമ്മൾ നല്ല കടലൊക്കെ ഇട്ട് നമ്മൾ നല്ല അവിൽ മിൽക്കൊക്കെ ഉണ്ടാക്കി കുടിച്ചു. അത് കഴിഞ്ഞ് കുറച്ചധികം നേരം കഴിഞ്ഞ് രാത്രിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ലിയൻ്റെ വലിയ പഠിത്തത്തിലാണ്. സമയം 8 മണിക്കാവാനായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് പെട്ടെന്നെങ്കിലും ഒരു ബോധം വരുന്നത്. കാണിച്ചാലും മേലത്തെ സ്റ്റഡി ടേബിളിൻ്റെ കോലം എപ്പോഴും എങ്ങനെ ഉണ്ടാവില്ല അതേപോലെ തന്നെ. അതെന്ന് വെച്ചാൽ വൃത്തികേട് പറഞ്ഞാൽ 1.5 വൃത്തികേടാണ്. അതന്ന് എക്സാമിന് അങ്ങനെ ആക്കിയതായിരുന്നു. പിന്നെ ഞാൻ ക്ലീൻ ആക്കി. പിന്നെ ഞാൻ പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടി വലിച്ചിട്ടപ്പോൾ പിന്നെ അങ്ങനെ തന്നെ ആയി. അത് സ്വാഭാവികമാണ്, വളരെയധികം സ്വാഭാവികം. പക്ഷേ ഇതും എനിക്ക് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര രസമാണ് വലിച്ചിട്ടത് കാണാൻ. പക്ഷേ എൻ്റെ അമ്മ എന്നെ ബാക്കി വെക്കൂല. സോ ഞാൻ എന്താട്ടി സ്പീക്കറിൽ സോങ്ങൊക്കെ ഇട്ട് ഞാനത് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. ഇത്രയും ദിവസം ഉമ്മൻ്റെ വീട്ടിലായിരുന്നു. പിന്നെ പരിപാടി അത് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് എനിക്കൊരു ടൈമും ഇല്ലേനി. പിന്നെ കിട്ടിയ ടൈം കിടന്നുറങ്ങുകയും ചെയ്ത്. അപ്പോൾ നമുക്ക് ക്ലീൻ ആക്കാനൊന്നും ടൈമില്ലായിരുന്നു. സോ ഞാനിപ്പോൾ ക്ലീൻ ആക്കാൻ വിചാരിച്ചു. കാരണം വെച്ചാൽ നാളെ ഇനിയിപ്പോൾ ഏതായാലും സ്കൂൾ തുറന്നാൽ പിന്നെ അതിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. അപ്പോൾ സോ നമ്മളത് ക്ലീൻ ആക്കാമെന്ന് പറയുമ്പോൾ ബുക്കൊക്കെ വലിച്ച് വാരി നിലത്തുണ്ട്. പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ സാധനം തപ്പുമ്പോൾ അങ്ങനെ വലിച്ചിട്ടുണ്ടാണ്.
പിന്നെ അതേപോലെ തന്നെ കാണുന്ന പേപ്പറും ചണ്ടികളൊക്കെ നിലത്തുണ്ട്. പിന്നെ മേശ വലിച്ചു വരിയിട്ട് കാണുക പെയിൻ്റൊക്കെ അങ്ങനെ ഇങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ അത് ഒതുക്കി എടുക്കുകയാണ്. എക്സാം ബോർഡും സാധനങ്ങളൊക്കെ അതേപോലെ അവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് പിന്നെ അതേപോലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതൊക്കെ എടുത്ത് എൻ്റെ ബാഗിലാക്കി വെക്കുകയാണ്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നാളെ എങ്ങനെയായാലും വേണ്ടി വരും. നമുക്ക് ആൻസർ ഷീറ്റ് കിട്ടുമല്ലോ. അല്ലാ, അത് ഞാൻ ഓർക്കണില്ല പഠിച്ചവനെ. ഒരു കഥയേക്കാരം ഒരു കഥ തന്നെ ആയിരിക്കും. കുഴപ്പമില്ലെങ്കിൽ ഞാൻ പിന്നെ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ അതാ അങ്ങനെ പിന്നെ നമ്മൾ അതൊക്കെ ക്ലീൻ ആക്കാണ്. മേശിൻ്റെ ലുക്കൊക്കെ ഞാൻ മാറ്റാൻ നോക്കിയിനി. സംഗതി ഒരു എസ്തെറ്റിക് ഡെസ്ക് മേക്ക് ഓവർ വീഡിയോ ഒക്കെ ചെയ്ത് തുടങ്ങിയായിരുന്നു സംഭവം. സത്യം പറഞ്ഞാൽ ഇത്രയും കാലമായിട്ട് ഇപ്പോൾ ഡെസ്ക് മേക്ക് ഓവർ വീഡിയോ വന്നിട്ടില്ല. കുറച്ച് വീഡിയോസൊക്കെ എൻ്റെ ഫോണിൽ കിടപ്പുണ്ട്. ഞാൻ കഴിയുകയാണെങ്കിൽ ഡെസ്ക് മേക്ക് ഓവർ വീഡിയോ ഇടുന്നുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ ഡെസ്ക് ആദ്യം വേറെ റൂമിലൊക്കെ ഇനിയല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ ലെവലിലേക്ക് ആക്കാൻ കുറച്ചധികം നാളുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയ ക്ലിപ്സൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അത് വെച്ച് ഞാൻ വേണമെങ്കിൽ ഒരു ഡെസ്ക് മേക്ക് ഓവർ വീഡിയോ ഒക്കെ എടുക്കാം. അങ്ങനെ നമ്മളിവിടുത്തെ ഒരു ലുക്ക് മാറ്റാമെന്ന് വിചാരിച്ച്. പക്ഷെ എനിക്കങ്ങനെ ഇഷ്ടമായില്ല. ഇവിടെ സാധനം കുത്തിത്തിരുകി ഇതിൻ്റെ ഒരു ലുക്കൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ എന്നാലും സാരില്ല, അത് അവിടെ ഇല്ലെങ്കിലും ഒരു സമാധാനക്കേടാണ്. സോ ഞാൻ ഈ റേഡിയോയും സാധനങ്ങളും ടെടിയും അതും ഇതും ഒക്കെ എല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. നമുക്കിങ്ങനെ നിറഞ്ഞ് കവിഞ്ഞൊഴുകണം. ഏതായാലും പഠിക്കലൊന്നുമില്ല, വലിച്ചു വരാൻ മാത്രമേ അങ്ങോട്ട് വരലുള്ളൂ. പിന്നെ അത് നിറഞ്ഞു നിന്നോട്ടെ ചേച്ചി. ഞാനിപ്പോൾ എന്തൊക്കെയാണ് പറയണേ, എന്തായാലും ഒന്നുമില്ല. അപ്പോൾ അതാ അങ്ങനെ നമ്മളിവിടെ ക്ലീൻ ആക്കുകയാണ്. നാളെ ഇപ്പോൾ ഏതായാലും സ്കൂളിൽ പോകുന്നു, പേപ്പേഴ്സ് കിട്ടുന്നു, മൂഞ്ചുന്നു, അട്ട നോക്കുന്നു, കുറേ അങ്ങനെ ഇങ്ങനെ ആക്കുന്നു. അതൊക്കെ ആയിരിക്കും നാളത്തെ അവസ്ഥ. അതേതായാലും ഞാനിപ്പോൾ കാര്യമായിട്ട് ആലോചിക്കണില്ല. പക്ഷെ പെട്ടെന്ന് തന്നെ ഞാൻ എന്ത് വൃത്തിയാക്കി കഴിഞ്ഞു. എൻ്റെ സ്റ്റഡി ടേബിളും റൂമൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ രാവിലെയൊക്കെ പണിയെടുക്കുകയാണെങ്കിൽ ഒരുപാട് നേരം എടുക്കും. കുറേ അവിടെ നോക്കി ഇവിടെ നോക്കി അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കിയൊക്കെ തീരുള്ളൂ. പക്ഷേ ഞാൻ പെട്ടെന്ന് തന്നെ രാത്രി ആയതുകൊണ്ട് തന്നെ തീർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ടേബിളിൻ്റെ ഉള്ളും എല്ലാം ഞാൻ ക്ലീനാക്കി. ഇവിടെ ടേബിളിൻ്റെ ഉള്ളൊക്കെ നാകെ വൃത്തികേടായിരുന്നു. എൻ്റെ പെയിൻറ്റും അതേപോലെ തന്നെ അതൊക്കെ പരന്ന് കിടക്കുമായിരുന്നു. ഓയിൽ പെയിൻറ്റ് അതേപോലെ തന്നെ വാട്ടർ കളറ് സാധനങ്ങളൊക്കെ ഭയങ്കര പരന്ന് നിൽക്കായിരുന്നു. പൊതുവേ ഞാൻ അങ്ങനെ പെയിൻറ്റിങ്സ് ഒന്നും ചെയ്യലില്ല. എനിക്ക് ഭയങ്കര മടിയാണ്, എല്ലാം ചെയ്യാൻ മടിയാണ്. ഞാൻ രക്ഷപ്പെടും എന്നുള്ള കാര്യത്തിലൊക്കെ എനിക്ക് ചെയ്യാൻ ഭയങ്കര മടിയാണ്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാനങ്ങനെ യൂസ് ചെയ്യില്ല. പൊതുവെ സബ് ജില്ലാ പരിപാടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കോമ്പറ്റീഷൻ വരുമ്പോൾ മാത്രം എടുക്കലുള്ളൂ. അങ്ങനെ അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കാം. ഇനിയിപ്പോൾ ഏതായാലും നമുക്ക് എക്സാമൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ ഇനി സ്കൂളിൽ ആ ഒരു കോമ്പറ്റീഷന് പരിപാടിയൊക്കെ കാരണം അപ്പോൾ ആ സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട്. പിന്നെ അടുത്ത പരിപാടി സെപ്റ്റംബറിലെ ബുള്ളറ്റ് ജേണലാണ്. ജേണൽ ഞാൻ എന്താ പറയുക 1-ാം തീയതിൻ്റെ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. വെറുതെ ഇരുന്നപ്പോൾ ചെയ്തിട്ട് ഞാൻ ഭയങ്കര വൃത്തിക്ക് നീറ്റ്നെസ്സിലൊന്നുമല്ല ചെയ്യുക. എൻ്റെ അപ്പോഴത്തെ മൂഡനുസരിച്ച് ഞാൻ ഒരു കഥകുതയിലാണ് ചെയ്യുക. കഥകുത അറിയുമ്പം ഒരു വൃത്തിക്കേടുള്ളൂ, മീൻസ് അങ്ങനെ വലിയ നീറ്റ്നെസ് ഒന്നും നോക്കൂല. ഞാൻ അങ്ങോട്ട് എഴുതും. കാരണം എങ്ങനെയെങ്കിലുമൊക്കെ തീർത്താൽ മതി, അത്രേ ഉള്ളൂ. അപ്പോൾ അതാ അങ്ങനെ പിന്നെ അതൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കംപ്ലീറ്റ് ആക്കാമെന്ന് വിചാരിച്ചു. ഇത്രയും ദിവസത്തെ ഒന്നും ഞാൻ കംപ്ലീറ്റ് ആക്കിയില്ല. ഇന്നത്താണ് ഞാൻ ആകെപ്പാട് ഇതിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതിലിതാ പൊതുവെ എഴുതണ പോലെ തന്നെ മൂഡ് ട്രാക്കർ, അതേപോലെ തന്നെ ഹാബിറ്റ് ട്രാക്കറും, പിന്നെ ഒരു പ്ലാനറും, പിന്നെ നമ്മളെ കലണ്ടർ ഇല്ലില്ല. സെപ്റ്റംബർ എഴുതി ഭയങ്കര സിമ്പിളായിട്ടുള്ള മെയിനായിട്ടുള്ള സംഭവം മാത്രം ഉൾപ്പെടുത്തിയിട്ടായിരുന്നു എൻ്റെ ഈ ഒരു ബുള്ളറ്റ് ജേണൽ ചെയ്തിട്ടുള്ളത്. അത് എല്ലാ മാസം ഞാൻ അങ്ങനെ തന്നെ ചെയ്യൽ. കുറേ വലിച്ചു വാരി എഴുതി ലാസ്റ്റ് ഞാൻ തുറന്ന് നോക്കില്ല, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതാ സെപ്റ്റംബറിൽ എന്തോ ഒരു തകരാറ്. അപ്പോൾ എന്താണ് ടീ എല്ലായി മാറിയിട്ടുണ്ട്. അപ്പോൾ അതിന് ടീ ആക്കി കൊടുത്തിട്ടുണ്ട്. അത് അപ്പോൾ പെട്ടെന്ന് ചെയ്യുമ്പോൾ നമ്മൾ അതിന് വരയ്ക്കാൻ മറക്കണമാണ്. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ബാഗും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. നാളത്തേക്കുള്ള എല്ലാ വിഷയത്തിൻ്റെ ബുക്കും, വേണ്ട വിഷയത്തിൻ്റെയൊക്കെ ബുക്കും പിന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ആവശ്യം വന്നാലും. ഇനിതാ നമുക്ക് അടി വൃത്തിയാക്കാണ്ട് അതേപോലെ തന്നെ ഞാനൊരു വൈറ്റ് ബോർഡൊക്കെ പോലെയൊക്കെ സെറ്റാക്കിയതാണ്. പക്ഷെ എന്നാലും അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. എൻ്റെ ടാബിൾ ഇതിൻ്റെ മേലെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു വാൾ സ്റ്റിക്കർ ഒട്ടിച്ചതാണ്. അപ്പം അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ചുമരിൽ ഒട്ടിച്ചിട്ട് വെറുതെ ഒരു വൈറ്റ് ബോർഡൊക്കെ പോലെയൊക്കെ ആക്കിനി. അപ്പം അതിൽ ഏതോ കാലത്ത് എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് വെള്ളം യൂസ് ചെയ്ത് വൃത്തിയാക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ടാബിളിൻ്റെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞിട്ട് ഡെസ്കിൻ്റെ എസ്തെറ്റിക് ലുക്കൊക്കെ ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ ഒരു ഓർഗനൈസറിനൊക്കെ ഒരു കുറവുണ്ട്. ഓർഗനൈസർ ഞാൻ തന്നെ ഉണ്ടാക്കാമെന്നൊക്കെയാണ് വിചാരിച്ചിനി. പക്ഷെ ഇനിയിപ്പോൾ ഏതായാലും നമുക്ക് നേരമൊന്നുമില്ല. അപ്പം തൽക്കാലം നമ്മളെ ഡെസ്ക് ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ മടി പിടിച്ച് ഗൈസ്. ഇപ്പോൾ തൽക്കാലം ഇതൊക്കെ മതി. ഇതൊക്കെ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ആക്കാം. അപ്പോൾ അതാ ഇനി നമുക്ക് നമ്മളെ സ്റ്റഡി റൂമിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേണ്ട സാധനമാണ് ബാസ്ക്കറ്റ്. ഈ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് എൻ്റെ സ്റ്റഡി ടേബിളിൻ്റെ ഏരിയ
സ്റ്റഡി റൂം മെയിനായിട്ട് വൃത്തികേടാവുന്നത്. അപ്പോൾ നമ്മൾ എന്താട്ടി അടിച്ച് വാരാൻ ഒരു ചൂല കയറ്റി മേലെ പോയി നമ്മളവിടെ അടിച്ച് വാരാണ്. എന്നിട്ട് ഒരു വേസ്റ്റ് ബാസ്ക്കറ്റിക്ക് ആ ചണ്ടി ഇടാം. എന്നിട്ട് ടേബിളിൻ്റെ അവിടെ വെച്ചാൽ നമുക്ക് ഈ നിലത്തേക്ക് ഇടുന്ന സ്വഭാവം കുറേയൊക്കെ ഒഴിവാക്കാം. അപ്പോൾ നമ്മൾ ഒന്ന് വൃത്തിയാക്കി അടിച്ച് തരികയാണ്. വേസ്റ്റ് ബാസ്ക്കറ്റിക്ക് ഒക്കെ ഇത് കൈ കൊണ്ട് തന്നെ വാരി ഇടുകയാണ്. അപ്പോൾ ഈ സ്റ്റഡി ഏരിയയിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേണ്ട സാധനം ഒരു ബാസ്ക്കറ്റാണ്. പഠിക്കാൻ ബാസ്ക്കറ്റിൻ്റെ ആവശ്യമില്ല, പക്ഷെ അങ്ങനെയല്ല, ഈ ക്രാഫ്റ്റും അങ്ങനെ ഇങ്ങനെയും പരിപാടിയൊക്കെ എടുക്കണവർക്ക്, പിന്നെ ഈ ബുക്കിൽ നിന്ന് പേജൊക്കെ പിച്ചണവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ അതൊക്കെ വെച്ച് നമ്മൾ സ്റ്റഡി ഏരിയ അങ്ങ് ചൊറുക്കാക്കി എടുത്തിട്ടുണ്ട്. അയ്യേ, അങ്ങനെയൊന്നും പറയാനില്ല. ഏകദേശമൊക്കെ തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഏതായാലും താഴെ പോകാം. നമ്മൾ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി താഴെ നമുക്ക് പോയിട്ട് വല്ല ടി വി ഒക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കാം. അങ്ങനെ പിന്നെ താഴെ പോയി നമ്മൾ ടി വി കാണുകയാണ്. വല്ല എന്തെങ്കിലും ഫിലിമോ എന്തെങ്കിലുമൊക്കെ കാണാൻ വിചാരിച്ച് ഞാൻ താഴെ വന്നിട്ടുണ്ട്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, എൻ്റെ ഷോർട്ട് വീഡിയോ ഒക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷായി തോന്നുന്നുണ്ടാവും. അതെന്തുകൊണ്ട് ചോദിച്ചാൽ എനിക്കറിയില്ല. അത് പോകാൻ എന്തെങ്കിലും വഴിയുണ്ടോ ചോദിച്ചാൽ നമ്മൾ ആ ഒരു വീഡിയോൻ്റെ നേരെ മേലെ ഒരു 3 ഡോട്ട് ഉണ്ടാവുമല്ലോ, അവിടെ പോയിട്ട് സൗണ്ടിൻ്റെ എന്തോ സാധനം ഉണ്ട്. അത് ഇംഗ്ലീഷിൽ മലയാളം ആക്കിയാൽ മതി. പക്ഷെ അത് എന്നാലും എല്ലാ വീഡിയോസിനും വരുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഞാൻ മലയാളം തന്നെയാണ് അപ്ലോഡ് ചെയ്യുന്നത്. അത് എനിക്ക് അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടമാവണില്ല. അങ്ങനെ പിന്നെ നമ്മൾ ടി വി ഒക്കെ കാണുമ്പോൾ എൻ്റെ അമ്മക്കും അനിയത്തിക്കും എന്താ പരിപാടി, പാട്ട് പാടുക. എൻ്റെ ചെവിക്കൊരു സമാധാനം തരുന്നില്ല. അപ്പോൾ ഞാൻ ഏതായാലും ടി വി ആണല്ലോ, അപ്പോൾ ചെറിയൊരു പണിയും കൂടി തീർക്കാണ്ടിനി, കുറച്ച് തിരുമ്പിയത് മടക്കി വെക്കാണ്ടിനി. അങ്ങനെ അത് ടി വി കണ്ടുകൊണ്ട് മടക്കി വെക്കാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ സോഫയിലൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനൊരു ചെറിയൊരു ഡ്രാമ കണ്ടുകൊണ്ടാണ് ഈ ഒരു തിരുമ്പിയൊക്കെ മടക്കി വെക്കുന്നത്. അങ്ങനെ കുറച്ച് പാതിരാത്രി അതിൻ്റെ ശേഷം ഒരു 10-11 തന്നെ അതിൻ്റെ ശേഷം ഞങ്ങൾക്ക് ചായ കുടിക്കാൻ പോകാനായ ഒരാഗ്രഹം. അങ്ങനെ പിന്നെ നമ്മൾ ചായ കുടിക്കാൻ പോവുകയാണ്. ഞാൻ കാര്യമായിട്ട് വീഡിയോസൊന്നും എടുത്തില്ല, സത്യം പറഞ്ഞാൽ മറന്നതാണ്. നമ്മൾ പിന്നെ മറക്കുമല്ലോ. പിന്നെ പോയി ചായ സാധനം കുടിച്ചപ്പോൾ അത്രേ ഉള്ളൂ.